വന്യജീവി ശല്യമില്ലാതിരുന്ന ഇടുക്കി വാളര കുളമാങ്കുഴിയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ നിത്യജീവിതം പ്രതിസന്ധിയിൽ. ജീവൻ നഷ്ടപ്പെടും മുൻപ് പ്രതിവിധി കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുഴ കടന്നാൽ കുളമാങ്കുഴി, പാട്ടയിടമ്പ്, അഞ്ചാമയിൽക്കുടി എന്നീ ആദിവാസി കുടികളിൽ 300-ലധികം ആളുകളാണുള്ളത്. കൂടാതെ വാളറ, കമ്പിലൈൻ മേഖലകളിൽ ഇതര വിഭാഗത്തിലുള്ള കർഷക കുടുംബങ്ങളടക്കം ഇവിടെയുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഇവർക്ക് വനവും വന്യജീവികളും ഒരു ശല്യമായി മാറിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജീവനും സ്വത്തിനും വലിയ ഭീഷണി നേരിടുന്നുവെന്നാണ് ഇവർ ആശങ്കയോടെ പറയുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് കയ്യിലുള്ള വെട്ടം വെച്ചാണ് കാണാൻ പറ്റുള്ളൂ. അന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ മൊബൈലിൻ്റെ വെട്ടം ഉണ്ടാകുന്നുള്ളൂ. തൊട്ടടുത്ത് ആന അങ്ങനെ കാണും. അന്ന് എൻ്റെ കൂടെ വേറൊരാളോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ആന എൻ്റെ നേരെ ചിഹ്നം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ആ വശത്തേക്കും പോയി, ഞാൻ ഈ വശത്തേക്കായിട്ടാണ് ഓടിയത്. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു 3-4 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഞാൻ മറിഞ്ഞു വീണു. ഞാൻ മറിഞ്ഞു വീണു. ആന ഇവിടെ റോഡിലേക്ക് ഇറങ്ങുകയും ചെയ്തു. വീണപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് കെട്ടുപോയി. അന്നേരം ഇവിടെ മാറി ഇപ്പുറത്തേക്ക് ഓടിയ ആൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയപ്പോൾ ആനയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് എനിക്ക് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ പറ്റിയത്. ഇത് പ്രശാന്ത്. കോതമംഗലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ 5 ദിവസം മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാൾ. ജീവനും കയ്യിലെടുത്താണ് കുളമാങ്കുഴി പ്രദേശത്ത് നിന്ന് ആളുകൾ പുറത്തേക്കും തിരിച്ചും സഞ്ചരിക്കുന്നത്. രാവിലെ 6 മണിക്ക് വന്നാലേ ഇവിടുന്ന് പീച്ചാട്, കുരിശോറ ആ ഭാഗത്തൊക്കെ എത്താൻ പറ്റുള്ളൂ. 7 മണിയൊക്കെ നമ്മൾ അവിടെ 8 മണിയാകുമ്പോൾ എത്തണം. അപ്പോൾ രാവിലെ പോയെങ്കിൽ മാത്രമേ എത്തുള്ളൂ. ഈ ആനയെ പേടിച്ച് അതുകൊണ്ട് ഒത്തിരി പേര് തൊഴിലിന് പോകാതിരിക്കേണ്ട വീട്ടിൽ. വൈകിട്ടും അതുപോലെ തന്നെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഈ ആന എപ്പോൾ ഇറങ്ങുമെന്നുള്ള അറിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ പിള്ളേർ വരെ സ്കൂളിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. നേരം വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷാകർത്താക്കൾ കൊണ്ടുവിടാതെ പിള്ളേർക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല. വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യാൻ പറ്റില്ല. ഒരാളിവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് വെച്ചാലും നടക്കൂല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. കാർഷിക മേഖലയിലുള്ള ആളുകളുടെ ദുരിത ജീവിതം മറ്റൊരു കാഴ്ച. തെങ്ങ്, കൊക്കോ, വാഴ, ഏലം തുടങ്ങി കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തിയിരുന്നതെല്ലാം കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത് പതിവാണ്. റോട്ടിൽ കൂടെയാണ് നടത്തുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഈ പറമ്പുകൾ എത്ര രൂപ ഇതിന് മുടക്കണം. ഈ വർഷം തന്നെ 10-30,000 രൂപ മുടക്കി വെട്ടി തെളിച്ച് ചാണകമൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി ഈ കിടക്കണ കണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ സമയം എപ്പോ വേണേലും വരാം. ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞ പേടിയാണ്. കാട്ടാനകൾ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ പോലും ഇറങ്ങി യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. 1 വർഷം മുൻപാണ് നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന സ്ത്രീ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. പ്രതിവിധി എത്രയും വേഗം ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ജീവന് ഭീഷണിയാണെന്നോ. കഴിഞ്ഞ ദിവസം ഓടിച്ച ഒരാൾ വീണ ആശുപത്രിയിലാണ്. അവൻ ഇന്നലെ മറ്റേ വന്നിട്ടുള്ളൂ. രാത്രിയിലാണ് വന്നത്. ഇത് രാവിലെ ഒരു 3 മണി സമയത്താണ് ഇതിലെ വന്നത്. ഇത് ഏലത്തോട്ടത്തിലെത്ത് അതിനകത്ത് കയറി നിരങ്ങി 14 ലക്ഷം രൂപ ഈ വർഷം മടക്കിയ ഒരു വളവും മരുന്നും എല്ലാം ചെയ്ത് പണി തീർത്ത് പോയേക്കാം. ഇപ്പൊ ഫസ്റ്റ് കായെടുപ്പ് ഈ ജൂലൈ മാസത്തിൽ തുടങ്ങേണ്ടതാണ്. അതിനകത്ത് 2 നടപ്പ് നടന്നത് തവിട് പൊടിയാക്കി. പ്രദേശത്ത് വനംവകുപ്പ് RRT സംഘത്തെ എത്രയും വേഗം നിയോഗിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആളുകളുടെ ജീവഹാനിയുണ്ടായ ശേഷം നഷ്ടപരിഹാരം നൽകുന്ന തുക സർക്കാരിന് കാട്ടാന ഭീഷണിയെ നേരിടാൻ മുൻകൂട്ടി ചെലവഴിച്ചുകൂടെ എന്നാണ് ഇവരുടെ ചോദ്യം. ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങളാകുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഒരു ഒറ്റയാൻ ഈ പ്രദേശമാകെ നാശമാക്കുകയാണ്. കുളമാങ്കുഴി എന്ന ആദിവാസി മേഖലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് നിന്ന് ഈ ഒറ്റക്കൊമ്പനെ നീക്കം ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.